യെശയ്യാ പ്രവചനം 53 അധ്യായം 12 വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയാൽ തന്നെ. യെശയ്യാ പ്രവചനം 53 അധ്യായം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നേരിൽ കണ്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനെ പോലെ നമുക്ക് തോന്നിപ്പോകും. ഈ അധ്യായത്തിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പ്രസ്താവനയാണ് അകൃത്യങ്ങൾ എന്ന്. 5-ാം വചനത്തിൽ അത് കാണാൻ കഴിയും. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മളുടെ അകൃത്യം. 6-ാം വാക്യം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ജനത്തിന്റെ അകൃത്യം നിമിത്തം. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് 11-ാമത്തെ വചനം അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. 12-ാം വാക്യത്തിൽ അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. എത്രയോ പ്രസ്താവനകളാണ് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം അതിക്രമക്കാർക്ക് വേണ്ടിയായിരുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ആ കർത്താവിനെ ഹൃദയംഗമമായി നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം.